കണ്ണിന് ചുറ്റുണ്ടാകുന്ന ഡാർക്ക്നെസ്സും പഫിനെസ്സും കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും നമുക്ക് മുഖത്ത് പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും ഒരു അടിപൊളി ഹോം റെമഡി കണ്ടാൽ ആദ്യം തന്നെ നമുക്ക് കുറച്ച് അലോവേര ജെല്ല് വേണം. നമുക്ക് വീട്ടിൽ കിട്ടുന്ന അലോവേര ജെല്ലാണെങ്കിൽ ഏറ്റവും നല്ലത്, അതായിരിക്കും ഏറ്റവും സൂപ്പറായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ട്രസ്റ്റബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് യൂസ് ആക്കാൻ പറ്റുന്നത് അത് മേടിച്ചിട്ട് ഒരു സ്പൂൺ എടുക്കാം. അതോടൊപ്പം 1/2 സ്പൂൺ കോഫി പൗഡറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് നമ്മൾ യൂസ് ആക്കേണ്ടത്. കട്ടിയുള്ള തരിതരിപ്പുള്ള കോഫി പൗഡർ യൂസ് ആക്കുമ്പോൾ അത് കുറച്ച് കട്ടിയായിരിക്കില്ല, അപ്പോൾ നമ്മുടെ അവിടുത്തെ സ്കിന്നെ ഡാമേജ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണെങ്കിൽ കംപ്ലീറ്റ്ലി അത് നന്നായിട്ട് മെൽറ്റ് ആവും. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. അടുത്തതായിട്ട് ഞാൻ പാല് ചേർത്താണ് മിക്സ് ആക്കിയത്. പാല് നമ്മുടെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഉള്ള സ്ഥലം, പിഗ്മെൻറ്റേഷൻ ഉള്ള സ്ഥലം, അവിടുത്തെ സ്കിന്നെ മൈൽഡായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഡ്രൈനെസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. സോ പലർക്കും ഉള്ളതാണ്, നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉള്ള സ്ഥലത്ത് ഡാർക്ക്നെസ്സും ഡൾനെസ്സും അതുപോലെ ഡ്രൈ ആയിരിക്കും, വരണ്ടിട്ടുണ്ടാവും. അതൊക്കെ മാറ്റാനായിട്ട് നമുക്ക് യൂസ് ആക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ബ്രഷ് യൂസ് ചെയ്തിട്ടോ എവിടെയാണോ ഡാർക്ക് സർക്കിൾസ് ഉള്ളത്, പിഗ്മെൻറ്റേഷൻ ഉള്ളത് അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കണ്ണിന് മുകളിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതെങ്കിൽ കൈ വെച്ച് വിരൽ വെച്ച് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഇതിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ വിടരുത്. ഇതിൻ്റെ ആഫ്റ്റർ കെയർ ഓൾസോ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതുപോലെ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വെച്ചിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ മുകളിൽ കൈ വെച്ചിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. അതെന്തിനാന്ന് വെച്ചാൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് സ്പ്രെഡ് ചെയ്ത് നമ്മുടെ കണ്ണിനകത്തോട്ട് വരാൻ പാടില്ല. കണ്ണിലായതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക. അതിനുശേഷം അത് നമുക്ക് മുഖം കഴുകി തുടച്ച് അതിനുശേഷം ഒരു ഐസ് ക്യൂബ് വെച്ച് ഞാൻ കണ്ണിന് അവിടെയായിട്ട് മസാജ് കൊടുക്കുന്നുണ്ട്. കാര്യം അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസും പഫിനെസ്സും ചിലർക്ക് പ്രോബ്ലം ആയിട്ടുണ്ടാവും. അപ്പോൾ പഫിനെസ് മാറാനായിട്ട് ഇത് നല്ലൊരു ഓപ്ഷനാണ്. അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള വെള്ളം തുടച്ച് മാറ്റുക. അതിനുശേഷം നമുക്ക് ഒരു റോസ് വാട്ടർ എടുക്കുക. എന്നിട്ട് നമ്മളത് സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം. നിങ്ങൾ റോസ് വാട്ടർ യൂസ് ചെയ്യുന്നവരാണ്, സെറ്റ് ആവുന്നവരാണെങ്കിൽ ഉറപ്പായും ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ രാവിലെ വൈകുന്നേരം ഒക്കെ ഇങ്ങനെ റോസ് വാട്ടർ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഡാർക്ക് സർക്കിൾസ് മാറ്റാനും അവിടുത്തെ സ്കിന്ന് സോഫ്റ്റ് ആവാനും എല്ലാത്തിനും സഹായിക്കും. റെഗുലറായിട്ട് ആഴ്ചയിൽ ഒരു 2-3 ഡേയ്സ് വെച്ച് ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.